ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനിനിറം, പിണറായി വിജയന്റെ പോലീസിന്റെ തനിനിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. പോലീസ് അതിക്രമങ്ങളുടെ നീണ്ട കഥയാണ് പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിലുണ്ടായിരുന്നത്. ഈ അതിക്രമം ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി നിസാരമായ ഒരു കാര്യത്തിന് ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത് അറിഞ്ഞ ഗർഭിണിയായ ഭാര്യയാണ് കുഞ്ഞുങ്ങളുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നത്. അവരുടെ മുമ്പിൽ വെച്ചും ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് അവർ ബഹളമുണ്ടാക്കിയത്. അപ്പോൾ അവരോടും ക്രൂരമായിട്ടാണ് അവരെയും മർദ്ദിച്ചത്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ഗർഭിണിയായ സ്ത്രീയെ, കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത് 2024 ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയതാണ്. അതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാതെയാണ് മുഖ്യമന്ത്രി ഇത് ഒളിച്ചുവെച്ചത്. എന്നിട്ട് അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. അന്വേഷണം നടത്തിയിട്ട് തെറ്റായ വിവരമാണ് ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പോലും അറിയാനുള്ള സംവിധാനം ഒന്നുകിൽ കേരളത്തിലെ പോലീസിലില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇത് മറച്ചുവെച്ചു. രണ്ടായാലും ഗുരുതരമായ പ്രശ്നമാണ്. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇത് തീവ്ര വലതുപക്ഷ ഗവൺമെന്റാണ്. ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ ലോകത്ത് എല്ലായിടത്തും ചെയ്യുന്നത് പോലെ മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് പോലെയാണ്. ഒരു എതിർപ്പിനെയും അസഹിഷ്ണുതയോടുകൂടിയാണ് എല്ലാ എതിർപ്പുകളെയും നേരിടുന്നത്. ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സ് ഇവർക്കില്ല. ഒരു പാട്ട് പോലും കേട്ടാൽ ഇവർ അസ്വസ്ഥരാകും, ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാവും. നമുക്ക് നോക്കാം, ഞങ്ങൾ പറഞ്ഞല്ലോ, അവരെ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ഇത് കേരളമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 191A വകുപ്പ് 191(1)A വകുപ്പ് ലംഘിക്കുന്ന നടപടിയാണ്. 19(1)A ലംഘിക്കുന്ന നടപടിയാണ്. ആർട്ടിക്കിൾ മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് 19(1)A ലംഘിക്കുന്ന നടപടിയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് കൃത്യമായി നൽകിയിരിക്കുന്നത്. കൃത്യമായ ലംഘനമാണ്, ഭരണഘടനാ ലംഘനമാണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ് ഗവൺമെന്റ്. ഇത് പേടിപ്പിക്കുകയാണ്. ഇനി ആരും ഗവൺമെന്റിനെ വിമർശിക്കാതിരിക്കാൻ. ഗവൺമെന്റിനെ വിമർശിച്ചാൽ ഇതായിരിക്കുമെന്ന് ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ, തീവ്ര വലതുപക്ഷ സർക്കാരുകൾ പറയുന്നത് പോലെയാണ് പിണറായി സർക്കാർ പറയുന്നത്. എങ്ങനെ, ആർക്കാണ്? അയ്യപ്പനെ അപ്പോ എം സ്വരാജ് അയ്യപ്പന്റെ വിവാഹം മാളികപ്പുറത്ത് അമ്മയായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ രാജീവ് അബ്രഹാമിന് മരണപ്പെട്ടില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.